സമീപ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴയുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ. തമിഴ്നാട്ടിലും കർണാടകയിലുമായി മഴക്കെടുതിയിൽ മരണമാറായി. ബംഗളൂരുവിൽ 500-ലധികം വീടുകളിൽ വെള്ളം കയറി. പല പ്രധാന റോഡുകളും അടച്ചതിനെ തുടർന്ന് ഗതാഗതം താറുമാറായിട്ടുണ്ട്. ഇന്നും ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മുഹമ്മദ് റഹീസ് ഉണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. റഹീസ്, ഈ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ഇപ്പോഴും മഴ തുടരുകയാണോ റഹീസ്? ഉന്മേഷ്, കർണാടകയിലാണ് അതിശക്തമായിട്ടുള്ള മഴയുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും ബംഗളൂരുവിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ബംഗളൂരുവിൽ രാത്രിയും ഒപ്പം തന്നെ പുലർച്ചെയും അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. പലയിടത്തും 100 മില്ലിമീറ്ററിന് കൂടുതൽ മഴ പെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇനിയൊരു 6 ദിവസം കൂടി ബംഗളൂരുവിൽ ശക്തമായ മഴ തുടരും. അത് നാളെയും മറ്റന്നാളും അതിശക്തമായ മഴയും പിന്നീട് അങ്ങോട്ട് ശക്തമായിട്ടുള്ള മഴയും പെയ്യുമെന്നാണ്. അങ്ങനെ 26-ാം തീയതി വരെ അവിടെ അതിശക്തമായ മഴയുണ്ടാകും ഇത്തരത്തിൽ എന്നാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒപ്പം തന്നെ ദുരിത പെയ്ത്താണ് ഉണ്ടാകുന്നത്. കാരണം ഏതാണ്ട് 500-ലധികം വീടുകളിലാണ് ബംഗളൂരു സിറ്റിയിൽ പ്രധാന പോയിന്റുകൾ, പ്രധാന ജംഗ്ഷനുകളിലൊക്കെയുള്ള 500-ലധികം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെയും വെള്ളം കയറി. അങ്ങനെ ഗതാഗതം താറുമാറായിരിക്കുകയാണ്. ബ്രോഡ്വേകളൊക്കെയും അടയ്ക്കുന്ന തരത്തിൽ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ അടയ്ക്കുന്ന നിലയിലേക്ക് ഓവർ ബ്രിഡ്ജുകളൊക്കെയും പ്രവർത്തനരഹിതമാകുന്ന തരത്തിൽ അത്തരത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. പ്രത്യേകിച്ച് ഈ രാത്രിയും അതിരാവിലെയുമാണ് മഴ പെയ്യുന്നത്. പ്രീ മൺസൂൺ സീസൺ തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കടുത്തുപോയി എന്നുള്ള ഒരു മറുപടിയാണ് പല മന്ത്രിമാരിൽ നിന്നുമൊക്കെ ലഭിക്കുന്നത്. അങ്ങനെ ബംഗളൂരുവിൽ ഇന്ന് 2 പേർ കൂടി മരിക്കുകയുണ്ടായി. വൈദ്യുതാഘാതമേറ്റാണ് 2 പേർ മരിച്ചത്. ഒരു 72 വയസ്സുകാരനും ഒപ്പം തന്നെ ഒരു 12 വയസ്സുകാരനും ഒക്കെ മരിച്ചു. അപ്പോൾ അങ്ങനെ മഴക്കെടുതിയിൽ ബംഗളൂരുവിൽ മരണം 3 ആയിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ എല്ലാ ഭാഗങ്ങളിലും വലിയ മഴയൊന്നുമില്ല. പക്ഷേ ചിലയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് രാത്രിയാണ് മഴ പെയ്യുന്നത്. മധുര പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ മഴയുള്ളത്. അങ്ങനെ 2-3 ദിവസമായി മധുരയിൽ പെയ്ത മഴയിൽ ഇന്നലെ ഒരു വീടിൻ്റെ മുകൾ ഇടിഞ്ഞു വീണ്, അതായത് മേൽക്കൂര ഇടിഞ്ഞു വീണ് 3 പേർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെയും മരണക്കണക്കുകളൊക്കെ വന്നു തുടങ്ങുന്ന തരത്തിലേക്ക് മഴ എത്തുന്നുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ ഈ മുന്നൊരുക്കങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഒക്കെ ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ മഴക്കാല പ്രവർത്തനങ്ങളൊക്കെയും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ദുരിതമുണ്ടാകാതെ തടയിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തമിഴ്നാടുള്ളത്. പക്ഷേ ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 6 ദിവസം അതിനിർണായകമാണ്. ഉന്മേഷ്, ശരി. ബംഗളൂരുവിലും കനത്ത മഴയുണ്ട്. ബംഗളൂരുവിലും തമിഴ്നാട്ടിലുമായി 6 പേരാണ് മഴക്കെടുതിയിൽ മരിച്ചത്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്.